നമസ്കാരം. നമ്മൾ ഈ നാട് വിട്ട് പല നാട്ടിലേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷയുടെ പ്രത്യേകതകൾ നമ്മൾ വളരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ആളുകളും ഉണ്ടല്ലോ, അവരും അതെ നമ്മുടെ ഭാഷ, ഈ മലയാള ഭാഷ, നമ്മൾ ഈ മലയാളം ഇങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെ വേറെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഭാഷയൊക്കെ വളരെ സുന്ദരമായിട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഒന്നും മനസ്സ് വെച്ചാൽ എങ്ങനെ പറ്റാണ്ടിരിക്കുക, നമുക്ക് വേറെ ആർക്കും ഇല്ലാത്ത ചില സാധനങ്ങളുണ്ട്. ഷ ഷ സ ഹ ള ഴ റ. ഈ ള ഈ ഴ ഈ റ റ് ര ഇതെല്ലാം കൂടെ കൺഫ്യൂഷനാ. പിന്നെ ഇതൊക്കെ മലയാളിയുടെ സ്വന്തം ഐറ്റംസ് ആണ്. അപ്പൊ ഇത് നമ്മൾ ഈ നാവ് വിളച്ച് പറയണോണ്ട് നമുക്കെല്ലാം പറയാൻ പറ്റും. അതേസമയം അവിടുത്തുകാരൻ ഒരാൾ കേരളത്തിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവൻ ആകെ ആവേശഭരിതനായി. ചേച്ചി എനിക്ക് മലയാളം അറിയാം. ഓ വെരി ഗുഡ്, എനിക്ക് മലയാളം അറിയാം എന്ന് പറയും. ഇവൻ കൂടുതൽ അരിഞ്ഞിടുന്നതിന് പകരം കുറച്ചും കൂടെ കൂടുതൽ അവൻ അറിയിച്ചവൻ പറയും, ചേച്ചി ഊണ് കളിച്ചോ എന്ന് ചോദിക്കും. അതാണ് ചോദ്യം. പേടിക്കൊന്നും വേണ്ട, അവരാകെ ചോദിച്ചിട്ടുള്ളത് ഭക്ഷണം കഴിച്ചോ, ഊണ് കഴിച്ചോ എന്നാണ് കഥാപാത്രം ചോദിക്കുന്നത്. ഇതേ സംഭവം നിങ്ങളൊന്ന് തിരിച്ചിട്ട് നോക്കിയേ. നമുക്ക് ഈ ഭാഷയൊക്കെ കുറച്ച് അങ്ങോട്ട് പറയാൻ പറ്റിച്ചാ, നമ്മളിപ്പോൾ ഒരു തമിഴ്നാട്ടുകാരനെ കണ്ട് കേരളത്തിൽ തന്നെ ആയിക്കോട്ടെ, അയാളുടെ അടുത്ത് ചോദിക്കുക സാപ്പിട്ടിങ്ങളാ എന്ന് ചോദിച്ചാൽ അയാൾക്കൊരു കുളിര. ഞാൻ ചോദിച്ചതുകൊണ്ടല്ല, അയാളുടെ മാതൃഭാഷയിൽ നമ്മൾ അയാളോട് ചോദിക്കാണ് ഭക്ഷണം കഴിച്ചോ എന്ന്. ഒരു സന്തോഷമല്ലേ? എൻ്റെ ഒരു സീനിയർ ഉണ്ടായിരുന്നു, തൃശ്ശൂരുകാരനാ. അപ്പം ബാംഗ്ലൂർ ജോലി കിട്ടി പോയി. അപ്പം ചുളം പറഞ്ഞു, രാഷ്ട്രഭാഷ ഹിന്ദി പഠിച്ചതിൻ്റെ പാടണം എനിക്ക് പറഞ്ഞാൽ തിന്നല, ഇനിയിപ്പോൾ കന്നഡ പഠിക്കാൻ എന്നെ കൊണ്ട് പറ്റൂലടാ, കന്നഡ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇവന് കർണാടക ബാംഗ്ലൂരിൽ ജോലി, നീ എങ്ങനെടാ ജീവിച്ചു പോവുക? അപ്പൊ ഇവൻ പറഞ്ഞു, പിന്നെ ഇപ്പൊ ഈ റഷ്യയിലും ജർമ്മനിയിലും ഒക്കെ പോയി വന്നിട്ടുള്ള മനുഷ്യന്മാർ ഇവരൊക്കെ ആ ഭാഷ പഠിച്ചിട്ടാണ്. എനിക്ക് നല്ല ഒന്നാം തരം വേറെ സാധനം ഉണ്ട്, ഏപ്പട്ടിയും പോണ സാധനം. എന്തത്? ആംഗ്യ ഭാഷ. ഞാൻ ഇങ്ങനെയൊക്കെ കാട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് ജീവിക്കും. ഓഹോ, അത് ശരിയാ, യൂണിവേഴ്സൽ ലാംഗ്വേജാ, അത്രേ ഉള്ളൂ, കുഴപ്പമില്ല, എന്നാ ശരി. അങ്ങനെ ഈ കഥാപാത്രം ഇവന് കുറച്ച് വൃത്തി കൂടുതലിൻ്റെ ഒരു അസ്കിതയുണ്ട്. അപ്പോൾ അത് ക്ലീനല്ല, ഇത് ക്ലീനല്ല, ഇങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നം. അപ്പോൾ ഈ ബാംഗ്ലൂരിൽ ചെന്ന് ഈ ജോലിയൊക്കെ കിട്ടിയ കാലത്ത്, അന്ധകാലത്ത് നമ്മൾ ഈ ബാച്ചിലേഴ്സ് ജീവിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു 4-5 ബാച്ചിലേഴ്സ് കൂടെ ഒരു വീട്ടിൽ, ഇതാണ് സെറ്റപ്പ്. അടിച്ചു വാരി തുടങ്ങാൻ ഏതെങ്കിലും ഒരു ചേച്ചീനെ ഏർപ്പാടാക്കി ഉണ്ടാവും. ഹൗസ് ഓണർ ആരെങ്കിലും ഇവരെ താക്കോലെടുക്കും, വരും, ക്ലീൻ ആക്കും. ഇവന് സ്ഥിരം പരാതി, ഇടാ എൻ്റെ കട്ടിൻ്റെ ചോട്ടിൽ ക്ലീൻ ആയിട്ടില്ലേട്ടാ, എന്തിട്ടടാ പൊടിയടാ. അവനെ നീ എങ്ങനെയും അത് പറഞ്ഞൊന്ന് ശരിയാക്കിക്ക്. എങ്ങനെ നോക്കിയിട്ട് സംഭവം ക്ലീൻ ആവില്ല. ദൈവം സഹായിച്ചു ഇവൻ ഒരു ദിവസം നല്ല പനി വെച്ചാൽ ഖുഷിയായി ആഫീസിൽ പോണ്ട, അവിടെ കിടന്നു. ഇവൻ കട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ അക്ക വാതിലും തുറന്ന് കയറി വന്നു. പിന്നെ ഇന്ന് ഇവരുടെ പണി നോക്കടച്ചിട്ട് ഇവൻ മാരക സൂപ്പർവിഷൻ. അക്കേനെ അങ്ങനെ നോക്കണു, ഇങ്ങനെ നോക്കണു, നോട്ടത്തോട് നോട്ടം. അക്കയ്ക്കാണെങ്കിൽ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കണില്ല. കാരണം സാധാരണ വന്ന ആളൊഴിഞ്ഞ വീട്ടിൽ വൃത്തിയാക്കി പോണതാണല്ലോ. ഇതിവിടെ ഒരുത്തം കട്ടുമ്പോ ഇരുന്നിട്ട് ഇത് നോക്കണു. കുറെ കഴിഞ്ഞ് ഇവൻ പ്രതീക്ഷമാര് തന്നെ ഇവന്റെ കട്ടിന്റെ ചോട്ടിൽ വിചാരിച്ച പോലെ വൃത്തിയായിട്ടില്ലേന്ന്. അവൻ അവിടെ ഇരുന്നിട്ട് ഒരൊറ്റ വിളിയാ, അക്ക. അപ്പൊ ആകെ നമുക്ക് അറിയുള്ളൂ, ആംഗ്യ ഭാഷയിൽ അതേ അറിയുള്ളൂ, ബാക്കി കന്നഡയിൽ ഒന്നും ഇവന് പറയാറിയില്ല. അക്കയ്ക്ക് ഈ പറഞ്ഞ ഇംഗ്ലീഷും മലയാളവും തമിഴും ഒന്നും അറിയൂല. ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞു, അക്ക എന്നിട്ട് വിളിച്ചു, ഇങ്ങനെ കയ്യോണ്ട് നീട്ടി പരതി അങ്ങോട്ട് വിശദാക്കി. ക്ലീനിങ് ആണെന്നുള്ള അർത്ഥത്തിൽ ചുള്ള ഇങ്ങനെ കാണിച്ചപ്പോ കിടക്കയിലെ ചുളിവുകളൊക്കെ അങ്ങോട്ട് നിവർന്നു. കിടക്ക നല്ല വൃത്തിയായി. ഇവൻ പിന്നെയും ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അതോടുകൂടി നമ്മുടെ അക്ക അവിടെ നിന്നിട്ട് വാതിലും പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് നോക്കി, അക്കടം ഭാവമൊക്കെ ഒന്ന് മാറി. അതില് അക്ക ഇങ്ങോട്ട് വരൂ എന്നുള്ള നിലയ്ക്ക് ഇവൻ ഇത് എൻ്റെ ബെഡ് താഴെ സ്വീപ്പിങ്, പിന്നെയും സ്വീപ്പിങ്, ഏത് ബെഡ്. അതോടുകൂടി നമ്മുടെ അക്ക അങ്ങനെ നിന്നിട്ട് ദ്രൗപദി കീചകനെ കണ്ടമാതിരി ഒരു നോട്ടാണ് നോക്കി എന്നുള്ള ലൈനിലൊരു നോട്ടം നോക്കി. ഇവനാണെങ്കിൽ അവിടെ ആകെ ദേഷ്യം വന്നു. എത്ര വിളിച്ചിട്ട് ഇവർ എന്തുട്ട വരാത്ത എന്നുള്ള ലൈനിൽ അക്ക എന്നിട്ട് ആഞ്ഞു വിളി കട്ടിലും. അതോടുകൂടെ അക്ക ചൂലും മൊറൊക്കെ അവിടെ ഇട്ട് സാരിയുടെ കുത്ത കഴിച്ച ഒരൊറ്റ പോക്കാ പോയി. പക്ഷെ പിറ്റേന്ന് ഒരു ഗുണം ഉണ്ടായി. അതുകൊണ്ട് ഇവന് കന്നഡയിലെ ശ്രേഷ്ഠമായ ചില പദങ്ങൾ തന്നെ പഠിക്കാൻ കിട്ടി. അക്ക കെട്ടിയനെയും കൊണ്ടാണ് വന്നു. ഈ ശ്രേഷ്ഠ പദങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. നമ്മളല്ലാണ്ട് പറഞ്ഞാൽ തെറി എന്നൊക്കെ പറയും. അപ്പോൾ ഏത് ഭാഷ പഠിക്കാൻ ചെന്നാലും ഇപ്പൊ നിങ്ങൾ ഭാഷ ചോദിച്ചിട്ടുണ്ടല്ലോ, പറഞ്ഞു തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനത്തെ 3-4 വാക്കുകളായിരിക്കും. നിങ്ങൾക്ക് അർത്ഥം അറിഞ്ഞോളണമെന്നൊന്നുമില്ല. അപ്പോൾ ഇനി ഒരു വെറൈറ്റി സെറ്റ് ഐറ്റംസ് ആൾക്കാരുണ്ട്. ഇവരൊരിടത്ത് നിന്നിട്ട് ചോദിക്കും, ഇതൊരു 4 പറഞ്ഞു തരും എനിക്ക് നയിക്കും. ഏത് ഈ തെറിപ്പദങ്ങൾ ഒരു 4 എനിക്ക് പറഞ്ഞു തരുമെന്ന്. അപ്പോൾ വേറൊരു 3-4 ഒരു കൂട്ടുകാരൻ നവാസ് നമുക്ക് അവനെ വിളിക്കാം. അവൻ്റെ ശരിക്കുള്ള പേര് പറഞ്ഞാൽ എനിക്ക് അടി കിട്ടും. അപ്പം നവാസ് ബാംഗ്ലൂർ പഠിച്ചോണ്ടിരിക്കുക. നവാസിനെ കാണാൻ വേണ്ടിട്ട് ഒരു നവാസ് എന്ന് പറഞ്ഞപ്പോ പിള്ളേരെല്ലാം കൂടെ ഒരു ചിരി. ഇവരുടെ ഏതോ ഒരു കൂട്ടുകാരൻ ഒരാളാണത്, ഏതോ ഒരു കൂട്ടുകാരൻ, ആരോ ഒരാൾ
സാറിന്റെ പേരാണോ നവാസ് നിങ്ങളുടെ? അപ്പൊ നവാസിനെ കാണാൻ വേണ്ടിയിട്ട് 4 സുഹൃത്തുക്കൾ ഇവിടുന്ന് ഒരു കാറും സംഘടിപ്പിച്ച് ഇവിടുന്ന് അവിടെ പോവാണ് ബാംഗ്ലൂർക്ക്. ബാംഗ്ലൂർ പിന്നെ പബ് സിറ്റിയാണ്. ഇവര് 2 ദിവസം കംപ്ലീറ്റ് അർമാദിക്കല് ഹാപ്പി ജോളി. തിരിച്ചു പോരണ വഴിക്ക് അതിന് മുമ്പ് തിരിച്ചു പോരാനുള്ള പ്ലാനും പദ്ധതിയായപ്പോ അതിലൊരുത്തൻ ചെന്നിട്ട് നവാസിനോട് ഡാ ഡാ ഒരു സാധനം ഉണ്ടറാ ഇക്കേ കന്നഡയിൽ 2 തെറി പറഞ്ഞോണ്ടാടാ. എനിക്ക് മലയാളത്തിലുള്ള ഒക്കെ അറിയാം, എനിക്ക് കന്നഡയിൽ 2 പറഞ്ഞോണ്ടാടാ. അതിൽ പറ്റാൻ പറഞ്ഞ കന്നഡയിൽ എനക്ക് വേണമല്ലേ, ഈ ശരിക്കും പഠിച്ചോട്ടോ. ഊട്ടായിത്ത ഭയങ്കര വലിയ തെറിയ പറഞ്ഞു. ഓ ഊട്ടായിത്ത ഭയങ്കര വലിയ തെറി. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇവൻ നമ്മുടെ ജഗതി ശ്രീകുമാർ മറ്റേ സിനിമയിൽ ഭാവത്തോടു കൂടി പഠിക്കണ്ടല്ലോ, വേലക്കാരിയായിരുന്നാലും നീയൻ മോഹവല്ലി എന്ന് പറയണ മാതിരി ഇവൻ നിന്നിട്ട് അങ്ങോട്ട് ഊട്ടായിത്ത ഊട്ടായിത്ത ഊട്ടായിത്തോ എന്നൊക്കെ പറഞ്ഞ് പല ഭാവത്തിൽ ഇതിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കാം. ഇവനെങ്ങനെയോ പിടിച്ച് വണ്ടിയുടെ ബാക്ക് സീറ്റിൽ ഇരുത്തി ഇവിടെ ഇരുന്നവൻ ഊട്ടായിത്ത ഊട്ടായിത്ത ഇതാണ് ലൈന്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചുള്ളൻ അതിൻ്റെ ഇടയിൽ ഒന്നുറങ്ങിപ്പോയി. പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇവന്മാരെല്ലാം കൂടെ ആക്രോശം. സംഭവം അത്രേ ഉള്ളൂ, ഒരു ലോറി കാലി ലോറി ഇവരെ ഓവർടേക്ക് ചെയ്തു അത്രേ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മലയാളികളുടെ വേറൊരു സ്വഭാവം എന്താ വെച്ചാൽ എങ്ങനെ മെല്ലെ പോണവനാണെങ്കിലും സ്പീഡ് പോണവനാണെങ്കിലും വേറൊരുത്തൻ കയറി ഓവർടേക്ക് ചെയ്താൽ പോയി, മാർക്ക് പോയി, പിന്നെ അവനെ വെച്ച് പിടിച്ചിട്ടേ കാര്യമുള്ളൂ. ഇവന്മാരെല്ലാം കൂടെ ആക്രോശം, ബഹളം, വെട്ടിക്കട പിടിക്കട മറിക്കട എന്നൊക്കെ പറഞ്ഞു ബഹളം. അങ്ങനെ ഇതിങ്ങനെ ഈ ലോറീനങ്ങനെ ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ എൻ്റെ ഈ സുഹൃത്ത് അവൻ പിന്നെന്ന് അവൻ ഈ ജനലിൻ്റെ ചില്ലൊക്കെ എടുത്ത് താഴ്ത്തി ലോറി ഡ്രൈവറെ നോക്കിയിട്ട് ഗംഭീര പ്രകടനം. അത് കഴിഞ്ഞ് ഇവനെ ഒരു ആത്മനിർവൃതി ഉണ്ടല്ലോ, 4 പറഞ്ഞിക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ സീറ്റിലാണ്ടിരുന്നു. ഞാൻ 4 പറഞ്ഞിക്ക് തന്നെ പിന്നെ 4 പറഞ്ഞു. ഇനി ജമ്മുണ്ടെങ്കിൽ അവൻ ഒരാൾ ഓവർടേക്ക് ചെയ്യില്ല, അമ്മാതിരി പറഞ്ഞിക്ക്. അവരിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു, ഇങ്ങനെ നോക്കിയിട്ട് എന്നുള്ള ലൈനിലേക്ക് പോയി കൂട്ടുകാർ. എന്താടാ എന്താ എനിക്ക് ഇപ്പം എന്താ പറഞ്ഞു? ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, ഞാൻ നല്ല ചീത്ത വിളിച്ചോരെ തന്നെ. നല്ല ചീത്ത വിളിച്ചിട്ടുണ്ട്. എന്നാ ഒരു മോനെ ഈ ഒരു ചീത്തയും വിളിച്ചില്ല, ഈ ഓരോട് പറഞ്ഞത് ഊട്ടായിത്ത ഊണ് കഴിച്ചോന്നാണ് ഈ ചോദിച്ചത് എന്ന്. വേറെ ചിലരുണ്ട്, ഇവര് ഈ കന്നഡ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ചെയ്യണ പണി എന്താ അറിയോ? ഒരു സെന്റൻസ് കന്നഡയിൽ പഠിച്ചു വെക്കും. എന്താ അറിയോ? കന്നഡ കൊത്തില്ല അന്ന് പറഞ്ഞ പോലെ കന്നഡ എനിക്കറിയില്ല. ഇത് വെച്ചിട്ട് ഒരുത്തന്നെ ഇത് അവിടെ ഈ പബ് സിറ്റി ആയതുകൊണ്ട് അത്യാവശ്യം സ്പിരിറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് അവിടെ ഇരുന്ന് അത്യാവശ്യം കഴിച്ചുകൊണ്ടിരിക്കുന്നു. പോലീസുകാരൻ വരുന്നു, അവർ പറഞ്ഞു പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ല, എഴുന്നേറ്റ് പോ. അതിൽ ഇവർ രണ്ടാമത് ഇയാൾ വന്നപ്പോൾ ഈ ഗ്യാങ് നീറ്റിട്ടില്ല, നല്ല ചീത്തയെന്ന് പറഞ്ഞു. അതിൽ ഇവൻ മാത്രം നീറ്റെന്ന്. സർ കന്നഡ ഗൊത്തില്ല, നല്ല സ്പിരിറ്റിലിരിക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഇയാൾ തിരിച്ചു വന്നപ്പോഴും ഇവൻ ഇതേ ലൈന് എന്ത് പറഞ്ഞാലും പറയും സർ കന്നഡ ഗൊത്തില്ല സർ. ഇതന്നെ മൂന്നാമത് വന്നിട്ട് ഇയാൾ ഇത് പറഞ്ഞ കന്നഡ ഗൊത്തില്ല എന്ന് പറയാൻ വന്നപ്പോഴത്തേക്ക് ഈ കൂട്ടുകാർ ഇവൻ്റെ വായൊക്കെ പൊത്തിപ്പിടിച്ച് വലിച്ച് അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു അതിനിടെ കുരിശിയ അയാൾ കന്നഡയല്ല പറയണ, അയാൾ മലയാളമാണ് പറയണത് എന്ന് പറഞ്ഞു. ഇപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇവര് എന്താ മറ്റുള്ളവരുടെ കാര്യം മാത്രമേ പറ്റുള്ളൂ, നിങ്ങൾക്കൊന്നും പറ്റിയില്ലേ? പറ്റി, എനിക്കും പറ്റിയ അബദ്ധം. ഞാൻ വീട്ടിൽ നിൽക്കുമ്പോണ്ടാ റോട്ടിൽ കൂടെ ഭയങ്കര ബഹളം. എന്തുണ്ടായിച്ചിട്ട് പോയി നോക്കി നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. ഇതെന്തപ്പം ഉണ്ടായി? അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് വളവ് തിരിഞ്ഞൊരു പെൺകുട്ടി ഓടിപ്പാഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് ഒറ്റ ചോദ്യം, എമ്മേനോടിതിയാ? എനിക്കൊന്നും മനസ്സിലായില്ല, ആകെ കേട്ടത് എമ്മേ. പിന്നെ ചോദിച്ചു എമ്മേനോടിതിയാ? പിന്നെയും കന്നഡയിൽ പുറപുറം തന്നെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല ബിടെക്കാണ്, എമ്മേ അല്ല. പിന്നെയും പറഞ്ഞു എമ്മേനോടിതിയാ? അത് മാത്രമേ കിട്ടണല്ലോ. പറഞ്ഞു ഞാൻ ആകെ വിഷണ്ണേ. ഞാൻ പറഞ്ഞു ബിടെക്കാണ്, ജോലി ഉണ്ട് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു കയറി. ഇവിടെ ചെന്നിട്ട് ഹൗസ് ഓണർ അവിടെ ഇരിക്കേണ്ട അവരോട് പറഞ്ഞു എന്തൊരു കഷ്ടപ്പത്, എം എ ഇല്ലാച്ച എങ്ങനെ നീ ചോദിച്ചപ്പോൾ അവർ നീ എന്താ മനസ്സിലാക്കി? അവരെ ചോദിച്ചത് അവരുടെ എരുമയെ കണ്ടോ എന്നാണ്. എം എ നോടിതിയാന്ന് പറഞ്ഞാൽ എരുമയെ കണ്ടോന്നേ ചോദിച്ചുള്ളൂ. അപ്പോൾ ഭാഷ എവിടെ ചെന്നാലും പഠിക്കണം, പിന്നൊന്ന് അറിഞ്ഞു പ്രയോഗിക്കണം, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.